RPFിന്റെ കോൺസ്റ്റബിൾ SI പരീക്ഷകൾക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ മെയ് 24 വരെ നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പം ഇതിനു വേണ്ടിയുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിലെ ആകെ ഫീസ് വരുന്നത് 2499 രൂപയാണ്. അതെന്ന് പറയുമ്പോൾ ഒരു വർഷത്തെ വാലിഡിറ്റിയാണ് നമ്മൾ ആ ഒരു കോഴ്സിന് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് RPFിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല മറ്റ് റെയിൽവേ എക്സാമുകൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ കണ്ടൻറ്റുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് ആ കോഴ്സ് ചെക്ക് ചെയ്യാം. അതിൽ 3-4 വീഡിയോസ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണുന്നതിലൂടെ എന്താണ് പരീക്ഷയെന്നും എങ്ങനെയാണ് അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണമെന്നും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നും ഒക്കെയുള്ള വിശദമായ കാര്യങ്ങൾ അതിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് കണ്ടിട്ട് പ്രയോജനമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങളത് പർച്ചേസ് ചെയ്താൽ മതി. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിതൊന്നുമല്ല പറയാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ RPF കോൺസ്റ്റബിൾ പരീക്ഷയുടെ 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മുഴുവൻ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. 35 ചോദ്യങ്ങളും പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇന്ന് തൽക്കാലം ഈ 10 ചോദ്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ടു സക്സീഡ് ഇൻ എ കോമ്പറ്റീഷൻ. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോളട്ടെ. ഈ RPFിൻ്റെ പരീക്ഷ അത് SI ആണെങ്കിലും കോൺസ്റ്റബിൾ ആണെങ്കിലും, നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോൺസ്റ്റബിൾ പരീക്ഷയുടെ ചോദ്യങ്ങളാണ്. അപ്പം SI ആണെങ്കിലും കോൺസ്റ്റബിൾ ആണെങ്കിലും എന്ത് പരീക്ഷ ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിൽ ഈ പരീക്ഷ എഴുതാം. നിങ്ങൾക്ക് മലയാളത്തിലോ നിങ്ങൾ ഏത് നാട്ടുകാരനാണോ ആ റീജിയണൽ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ ചോദ്യങ്ങൾ മലയാളത്തിലും ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇതിൽ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലയാളത്തിലുള്ള ചോദ്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് എഴുതാനുള്ള സ്പേസ് സ്ക്രീനിൽ കുറയും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ മലയാളം ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്താത്തത്. ചോദ്യങ്ങളുടെ എല്ലാം മലയാളം ഞാൻ പറഞ്ഞുകൊള്ളാം. നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ. അതുപോലെ ഓരോ ചോദ്യവും സ്ക്രീനിൽ കാണുമ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാനും കൂടെ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പം അത് കുറച്ചുകൂടെ ഇൻട്രാക്റ്റീവ് ആയിരിക്കും ആ ക്ലാസ്. അല്ലാതെ വെറുതെ ഒരു സിനിമ കാണുന്നത് പോലെ ഈ 10 ചോദ്യങ്ങളും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കാതെ ആദ്യമേ നിങ്ങളൊന്ന് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സൊല്യൂഷനിലേക്ക് നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: ടു സക്സീഡ് ഇൻ എ കോമ്പറ്റീഷൻ. ഇതോടെ പേര് ജർമിലിൻ. നല്ല പേര്. ജർമിലിൻ റിക്വയർസ് ആൻ ആവറേജ് സ്കോർ ഓഫ് 75. അപ്പോൾ ഇവന് 75 മാർക്ക് ആകെ വേണം 4 പരീക്ഷകൾക്കായിട്ട്. ഹിസ് സ്കോർ ഇൻ ദ ഫസ്റ്റ് 3 എക്സാംസ്. ആദ്യത്തെ 3 പരീക്ഷകളുടെ സ്കോർ 78, 74, 70. ഓക്കെ. അപ്പം ഇതെല്ലാം കൂടെ എത്രയായി? ഇതെല്ലാം കൂടെ എത്ര മാർക്കായി? 78ഉം 74ഉം 70ഉം 7 3 21 210 8 4 12. അപ്പോൾ 210ഉം 12ഉം 222 മാർക്ക് ഇവനെല്ലാം കൂടെ കിട്ടി. ഇനി എന്താ ചോദ്യം? ഇനെന്താ? ഹിസ് സ്കോർ ഇൻ ഫസ്റ്റ് 3 എക്സാംസ് 78, 74 ആൻഡ് 70. ഓക്കെ. ഹൗ മെനി സ്കോർ ഡിഡ് ഹി ഗെറ്റ് ഇൻ ദ 4th ടെസ്റ്റ് ടു സക്സീഡ് ഇൻ ദ കോമ്പറ്റീഷൻ? അപ്പം ഇവന് ആകെ വേണ്ടത് എത്രയാണ്? റിക്വയർസ് ആൻ ആവറേജ് സ്കോർ ഓഫ് 75. ഇവന് ആവറേജ് 74 വേണം. 4 എക്സാമിൻ്റെ ആവറേജ് ആയിട്ട് ഇവൻ എത്ര വേണം? 75 വേണം. മക്കളെ, ആവറേജ് എന്ന് പറഞ്ഞാൽ എന്തുവാടാ? ആവറേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ക്വാണ്ടിറ്റീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. അല്ലേ? തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ എന്തോ കിട്ടും? ശരാശരി കിട്ടും. ഇനി ഈ ഓരോ ഇതിപ്പോൾ നമ്മൾ ആവറേജ് അല്ല പഠിക്കാൻ പോകുന്നത്. ഇതിനകത്തിൽ 10 ചോദ്യങ്ങളുണ്ട്. 10ഉം 10 ടോപ്പിക്കിൽ നിന്നുള്ളതായിരിക്കാം. അപ്പം നിങ്ങൾക്കിപ്പോൾ ആവറേജിൻ്റെ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ ആവറേജിൻ്റെ ക്ലാസ് വിശദമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസ് കോൺസെപ്റ്റ് മുതലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. ഓക്കെ. അപ്പം ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂടാ? ശരാശരി കിട്ടും. അപ്പം നമുക്ക് ഈ തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? ആവറേജ് ഇൻറ്റു നമ്പർ ആയിരിക്കത്തില്ലയോ? അതെ. അപ്പോൾ ഇവിടെ ആവറേജ് എത്ര? 75. നമ്പർ എത്ര? 4 എക്സാമിൻ്റെ ആണ് അല്ലേ? നമ്പർ എത്ര? 4 എക്സാമിൻ്റെ ആവറേജ് 75 ആവണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 75 ഇൻറ്റു 4. 75ൻ്റെ 4 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇരട്ടിയുടെ ഇരട്ടി എടുത്താൽ മതി. 4 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 അല്ലേ? അപ്പോൾ 4 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ ഇരട്ടിയുടെ ഇരട്ടി. അപ്പോൾ 75 ഇൻറ്റു 2 150 ഇൻറ്റു 2 300 എന്ന് കിട്ടും. അപ്പോൾ ഇവനെല്ലാം കൂടെ എത്ര മാർക്ക് വേണം? ആവറേജ് 75 കിട്ടണമെങ്കിൽ ആവറേജ് 75, 4 പരീക്ഷകളിൽ നിന്ന് ആവറേജ് 75 കിട്ടണമെങ്കിൽ ഇവൻ 300 മാർക്ക് മേടിക്കണം. ഇവൻ 3 വിഷയത്തിന്
222 മാർക്ക് മേടിച്ചു. അപ്പം 300 കിട്ടാൻ ഇനി എത്രയും കൂടെ വേണം, അതായത് 222ൻ്റെ കൂടെ എത്രയും കൂടെ കൂട്ടിയാൽ 300 കിട്ടുമെന്നാണ് ചോദ്യം. എത്രയാണ്? 300 മൈനസ് 222 എത്ര കിട്ടും? 78. സോ ആൻസർ 78. ഓപ്ഷൻ ഡി ശരിയാണോ നോക്കാം. യെസ്, ആൻസർ ഡി ആണ് ശരിയാണ്. സോ ഓപ്ഷൻ ഡി. യെസ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? ട്രെയിനിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ട്രെയിനിൻ്റെ ക്ലാസ്സും വളരെ വിശദമായ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ട് മനസ്സിലാക്കുക. A train running at a speed of 51 meter per second crosses a signal in 13 seconds. Find out the length of the train. ഈ ട്രെയിനുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ പഠിച്ചോണം. ഒന്ന്, ട്രെയിൻ കുത്തനെ നിൽക്കുന്ന ഒരു വസ്തുവിനെയാണ് മറികടക്കുന്നതെങ്കിൽ, ഇനി ചോദ്യത്തിന് മലയാളം പറഞ്ഞില്ലെന്ന് വേണ്ട, 51 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 13 സെക്കൻഡ് കൊണ്ട് ഒരു സിഗ്നൽ പോസ്റ്റിനെ മറികടക്കുന്നു എങ്കിൽ ട്രെയിനിൻ്റെ നീളം എത്ര? ഇതാണ് മലയാളത്തിലെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് 2 കാര്യങ്ങൾ പഠിച്ചോണം. ഒന്നാമത്തെ കാര്യം, കുത്തനെ നിൽക്കുന്ന ഒരു സാധനം എന്ന് പറയുമ്പോൾ ഇതാ ഇങ്ങനെ ഈ പേനയിലേക്ക് നോക്കുക, ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം. അതെന്തൊക്കെയാകാം? ഒരു മനുഷ്യനാകാം, ഒരു പോസ്റ്റ് ആകാം, ഒരു കമ്പ് കുത്തി വെച്ചേക്കുമാകാം, ഇലക്ട്രിക് പോസ്റ്റ്, സിഗ്നൽ പോസ്റ്റ്, അത് ഇത് കുന്തം കുടച്ചക്ര എന്തും ആയിക്കോട്ടെ, നേരെ ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന സാധനമാണെങ്കിൽ അതിനെ ട്രെയിൻ മറികടക്കണം. എടാ മക്കളെ നോക്കിക്കൂ, ഇതാണ് ട്രെയിൻ എന്ന് വിചാരിച്ചു. ഈ ട്രെയിൻ ഇതിനെ മറികടക്കണമെങ്കിൽ ഈ പേനയ്ക്ക് അല്ലെങ്കിൽ ഈ പോസ്റ്റിനെ ഈ ട്രെയിനിന് മറികടക്കണമെങ്കിൽ ഈ ട്രെയിൻ ഇവിടുന്ന് ഓടി ഇവിടം വരെ വരണം. എന്ന് പറയുമ്പോൾ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം? ട്രെയിനിൻ്റെ നീളം അല്ലേ? അപ്പോൾ കുത്തനെ നിൽക്കുന്ന വസ്തുക്കളെ മറികടക്കാൻ ട്രെയിൻ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണോടാ? ലെങ്ത് ഓഫ് ദ ട്രെയിൻ. ലെങ്ത് ഓഫ് ദ ട്രെയിൻ. ഇനി നീളം കൂടുതലുള്ള വസ്തുക്കളാണെങ്കിലോ, ഇപ്പം ഇതൊരു പോട്ടെ, ഇത് സാധനം എടുക്കാം. ഇതൊരു കാണാൻ പറ്റുന്നില്ലായിരിക്കും വൈറ്റ് ആയതുകൊണ്ട്. ഇതൊരു പ്ലാറ്റ്ഫോം ആണെന്ന് വിചാരിക്കുക, ഇതൊരു ട്രെയിൻ ആണെന്ന് വിചാരിക്കുക. ഈ പ്ലാറ്റ്ഫോമിനെ ഈ ട്രെയിനിന് മറികടക്കണമെങ്കിൽ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം? ഇവിടുന്ന് ഇവിടം വരെ എന്ന് പറയുമ്പോൾ എന്തുമാത്രം ദൂരം? ട്രെയിനിൻ്റെ നീളം, പ്ലാറ്റ്ഫോമിൻ്റെ നീളം. അപ്പോൾ നീളം കൂടുതലുള്ള വസ്തുക്കളാണെങ്കിൽ ട്രെയിൻ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം? അപ്പോൾ ഇവിടെ കുത്തനെ നിൽക്കുന്ന വസ്തുക്കളാണെങ്കിൽ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആയിരിക്കും അവിടെ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം. അപ്പോൾ ഇവിടെ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എന്തുമാത്രം ഡിസ്റ്റൻസ് സഞ്ചരിക്കണം എന്ന് ചോദിച്ചാൽ ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് ഞാൻ പറയും. പ്ലാറ്റ്ഫോം ആകാം, ബ്രിഡ്ജ് ആകാം, ചിലപ്പോൾ പറയും പ്ലാറ്റ്ഫോം, ബ്രിഡ്ജ്, ടണൽ, സ്റ്റേഷൻ, നിർത്തിയിട്ടേക്കുന്നതോ ഓടുന്നതോ ആയ മറ്റൊരു ട്രെയിൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇതിലെന്താണെങ്കിലും ഈ 2 പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന്, കുത്തനെ നിൽക്കുന്ന ഒരു വസ്തുവിനെ മറികടക്കണമെങ്കിൽ ട്രെയിൻ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം? ട്രെയിനിൻ്റെ നീളം. നീളമുള്ള ഒരു വസ്തുവിനെയാണ് ട്രെയിൻ മറികടക്കണമെങ്കിൽ ട്രെയിനിൻ്റെ നീളം പ്ലസ് ആ വസ്തുവിൻ്റെ നീളം. ഓക്കെ, ഇവിടെ നമുക്ക് നീളമുള്ള വസ്തുവല്ല, ട്രെയിനിന് മറികടക്കേണ്ടത് എന്തിനെയാണ്? ഒരു കുത്തനെ നിൽക്കുന്ന സാധനത്തിനാണ്. അപ്പോൾ ട്രെയിൻ എന്തുമാത്രം ദൂരം സഞ്ചരിക്കണം? ട്രെയിനിൻ്റെ നീളം സഞ്ചരിക്കണം അല്ലേ? ആ നീളമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്, ട്രെയിനിൻ്റെ നീളം. ഇനി ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ 3 കാര്യങ്ങൾ അങ്ങ് പഠിച്ചോണം കേട്ടോ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. സോ ഈ 3 കാര്യങ്ങൾ, ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം, ഇത് 3 നന്നായി മനസ്സിലാക്കിയിരിക്കുക. ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ബേസ് കോൺസെപ്റ്റുകളും എനിക്ക് പറഞ്ഞു പോകാനുള്ള ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ബേസ് ക്ലാസ്സസ്, ബേസ് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ QA ഫുൾ ടോപ്പിക്സ് എന്നും പറഞ്ഞൊരു പ്രീവിയസ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൽ എല്ലാത്തിൻ്റെയും ബേസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം, ഓക്കെ, ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ നീളം തന്നെയാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്പീഡ് ഇൻറ്റു ടൈം ആയിരിക്കും. ട്രെയിനിൻ്റെ സ്പീഡ് എത്ര? 51 മീറ്റർ പെർ സെക്കൻഡ്. 51 മീറ്റർ പെർ സെക്കൻഡ്. ടൈം എത്ര? 13 സെക്കൻഡ്. അപ്പോൾ ഇത് മീറ്റർ പെർ സെക്കൻഡിലും ഇത് സെക്കൻഡിലുമാണ്. അപ്പോൾ രണ്ടും സെക്കൻഡ് എന്ന യൂണിറ്റിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ 51 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? ഓക്കെ, ഇത്രയും കാടി കയറി ഞാൻ പറയേണ്ട ആവശ്യമില്ല, എൻ്റെ സമയം പോവുകയാണ്, പോട്ടെ. 51 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞിരുന്നെങ്കിലോ? 51 കിലോമീറ്റർ പെർ അവർ ഇൻറ്റു 13 സെക്കൻഡ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് കിലോമീറ്റർ പെർ അവറിലും ഇത് സെക്കൻഡിലുമാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് എന്ത് ചെയ്യണം? 5/18 കൊണ്ട് ഗുണിക്കണം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5. ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ആ ബേസ് ക്ലാസ്സിൽ പോയി കാണുക. അവിടെ ഇതിനൊക്കെ എങ്ങനെ 18/5ഉം 5/18 വന്നു എന്നൊക്കെയുള്ളത് വളരെ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അത് കണ്ടു നോക്കുക കേട്ടോ.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആ പ്രശ്നമില്ല. 2 മീറ്റർ പെർ സെക്കൻഡ് സെക്കൻഡുമാണ്, നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 51 × 13, 51നെ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എത്ര കിട്ടും നമുക്ക്? 663. ഓപ്ഷൻ ഡി 663. യെസ്, ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി. നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി, വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. RPF കോൺസ്റ്റബിളിൻ്റെ ചോദ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായ ചോദ്യങ്ങളാണ്, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും മേടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ആ പരീക്ഷ അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മെയ് 24 വരെ ഡേറ്റ് ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങളത് അപ്ലൈ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. കോമ്പറ്റീഷനും അതുപോലെ ഉണ്ട്, എന്നാൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സാധനമൊന്നും അതിലില്ല, മാത്സും റീസണിങ്ങും GK മാത്രമേ ഉള്ളൂ. അത് വളരെ എളുപ്പം നിങ്ങൾ വിചാരിച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക് എന്ന് എനിക്ക് പറയാനുള്ളൂ. നമുക്ക് അടുത്ത ചോദ്യം. ഇൻ എ ബോക്സ് there are pen, pencil and rubber in the ratio 3:2:1. If the value of a pen, pencil and rubber is 3, 2 and 2, okay, 3, 2, 2, and the amount spent on the box is 585. To find the number of pens in the box. Okay, ചോദ്യം മലയാളത്തിൽ പറയുവാണെങ്കിൽ, ഒരു ബോക്സിൽ പേനയും പെൻസിലും റബ്ബറും 3:2:1 എന്ന അംശബന്ധത്തിലുണ്ട്. ഒരു പെന്നിൻ്റെയും ഒരു പേനയുടെയും പെൻസിലിൻ്റെയും റബ്ബറിൻ്റെ വില യഥാക്രമം 3:2:2 എന്നാണ്. ബോക്സ് വാങ്ങിക്കാൻ ആകെ 585 രൂപ ചിലവായെങ്കിൽ ബോക്സിലുള്ള പേനകളുടെ എണ്ണം എന്നാണ് ചോദ്യം. പെൻസ്, പേനകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്കാം എന്തൊക്കെയാ ഉള്ളത്. പെൻ, പെൻസിൽ, റബ്ബർ. പെൻ, പെൻസിൽ ആൻഡ് റബ്ബർ ഏത് റേഷ്യോയിലാണ് ഉള്ളത്? 3:2:1. 3:2:1. ഇഫ് ദ വാല്യൂ ഓഫ്, അപ്പോൾ ഇത് റേഷ്യോ പറഞ്ഞിരിക്കുന്നത്, എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. പേനയും പെൻസിലും റബ്ബറും തമ്മിലുള്ള അംശബന്ധം, അതിൻ്റെ എണ്ണത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപം എന്ന് പറയുന്നത് 3:2:1 എന്ന് പറഞ്ഞാൽ പേന 3നെ x കൊണ്ട് ഗുണിച്ചാൽ കിട്ടും, പെൻസിൽ 3നെ x കൊണ്ട് 2നെ x കൊണ്ട് ഗുണിച്ചാൽ കിട്ടും, റബ്ബർ എന്ന് പറയുന്നത് 1നെ x കൊണ്ട് ഗുണിച്ചാൽ അല്ലെങ്കിൽ x തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി പറഞ്ഞിട്ടുണ്ട് ഓരോന്നിൻ്റെയും വില പറഞ്ഞിട്ടുണ്ട് അല്ലേ? എത്രയൊക്കെയാണ്? പെന്നിൻ്റെ വില 3 രൂപ, പെൻസിലിൻ്റെ വില 2 രൂപ, പേനയുടെ വില അതും 2 രൂപ. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇതിനെ അങ്ങ് എണ്ണമായിട്ട് അങ്ങ് അസ്യൂം ചെയ്യുക. എണ്ണത്തിൻ്റെ റേഷ്യോ ആണല്ലോ, എണ്ണമായിട്ട് അങ്ങ് ഞാനങ്ങ് എടുക്കുവാണ്. 3 പേന ഉണ്ടെന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്, 2 പെൻസിലും 1 റബ്ബറും ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. ശരിക്കുമുള്ള വിലയും നമുക്കറിയാം. തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാലല്ലേ ആകെ നമ്മളുടെ ചിലവ് കിട്ടുക അല്ലേ? അപ്പം 3 രൂപയുടെ പേന 3 എണ്ണം വാങ്ങിച്ചു എന്നങ്ങ് വിചാരിക്കുക. അപ്പോൾ എത്രയായി? 9 അല്ലേ? 2 രൂപയുടെ പേന 2 എണ്ണം മേടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയായി? 4 രൂപയായി. 2 രൂപയുടെ റബ്ബർ 1 എണ്ണം മേടിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയായി? 2 എല്ലാം കൂടെ കൂട്ടി നോക്കിക്കേ, എത്ര കിട്ടും? 9ഉം 2ഉം 11ഉം 4ഉം 15 കിട്ടത്തില്ലേ? 15 രൂപയായി അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന 3ഉം 2ഉം 1 ആണെന്ന് വിചാരിച്ച് മേടിച്ചാൽ 15 രൂപയായി. പക്ഷേ ശരിക്കും ഇതെല്ലാം കൂടെ മേടിക്കാൻ എത്ര രൂപയായി? 585 എന്ന് പറയുമ്പോൾ 15ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കത്തില്ലേ 585? 15 എന്ന് പറയുന്ന ആയിരിക്കത്തില്ലേ 585? കാരണം 3ഉം 2ഉം 1ഉം മേടിച്ചപ്പോൾ തന്നെ 15ആയി. അപ്പോൾ ആ ശരിക്കും അത് എത്രയായി? 585ആയി. അപ്പോൾ 15 × x എന്ന് പറയുന്നതായിരിക്കും 585. ഇനി വേണമെങ്കിൽ നിങ്ങൾ ഇത് x ഇടുക. പേന 3x ആണെന്ന് വിചാരിക്കുക, ഇത് 2x ആണെന്ന് വിചാരിക്കുക, ഇത് x ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 3x × 3x 9x, 4x × 2x × 2x 4x, x × 2x 2x. അപ്പം ഞാൻ ഈ x എടുത്തില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് x എടുക്കണമെങ്കിൽ എടുക്കുക. അപ്പോൾ എല്ലാം കൂടെ 15x എന്ന് കിട്ടും. ഓക്കെ, ഞാൻ x എടുത്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ x കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 1ൻ്റെ വാല്യൂ എത്ര എന്ന് കണ്ടുപിടിച്ചാൽ ഈ 585നെ നമുക്ക് 15 കൊണ്ട് ഹരിക്കാം. 585നെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 39 എന്ന് കിട്ടും. അപ്പോൾ 1ൻ്റെ വാല്യൂ അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി മക്കളെ? 39 എന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദ നമ്പർ ഓഫ് പെൻസ് ഇൻ ദ ബോക്സ്. ബോക്സിലുള്ള പേനകളുടെ എണ്ണത്തെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന 3 ആയിട്ടല്ലേ? 1 എന്ന് പറയുന്നത് 39 ആണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 39 × 3 എത്ര കിട്ടും? 39നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 117 അല്ലേ? 117 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. സോ 117 ആണ് നമ്മുടെ ആൻസർ. നോക്കാം നമുക്ക്. യെസ്, ആൻസർ ബി 117. യെസ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ഡിവൈഡഡ് ബൈ 15? കണ്ടോ, ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പമാണ്. 15 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഏതാണ്? ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ നമ്പറിൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ഡിവൈഡഡ് ബൈ 15? 15 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഒരു സംഖ്യയെ 15 കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ അതിനെ 3 കൊണ്ടും 5 കൊണ്ടും ഹരിക്കാൻ പറ്റണം. 3 കൊണ്ടും 5 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യകളെയും 15 കൊണ്ട് ഹരിക്കാം. ഇനി 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുന്നത് എങ്ങനെ? അക്കങ്ങളുടെ തുക സം ഓഫ് ഡിജിറ്റ്സ്, ആ നമ്പറിൻ്റെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് 3ഓ 3ന്റെ മൾട്ടിപ്ലോ ആയിരിക്കണം. ഇപ്പം 124 ഇതിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? എന്താ ചെയ്യണ്ടേ? 1 + 2 + 4 എത്ര കിട്ടും? 2 1 3 3 4 7. അക്കങ്ങളുടെ തുക 3ഓ 3ന്റെ മൾട്ടിപ്ലോ ആണെങ്കിൽ 3 കൊണ്ട് ഹരിക്കാം. ഇവിടെ പറ്റുമോ? പറ്റത്തില്ല. 693നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 6 + 9 + 3 6 3 9 9 9 18. 18 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്ലോ അല്ലേ? അപ്പം 693നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. ഇനി 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുന്നത് എങ്ങനെ? ആ സംഖ്യയുടെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? ഒന്നുകിൽ 0 ആയിരിക്കണം അല്ലെങ്കിൽ 5 ആയിരിക്കണം. ലാസ്റ്റ് ഡിജിറ്റ് ഒന്നുകിൽ 0 ആയിരിക്കണം അല്ലെങ്കിൽ 5 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതെല്ലാത്തിനും 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 3 കൊണ്ടുകൂടെ പറ്റുമോ നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ എന്താ? അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്നത് 3ഓ 3ന്റെ മൾട്ടിപ്ലോ ആണോ നോക്കുക. അപ്പം 15 കൊണ്ട് ഒരു നമ്പറിനെ ഹരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. 2 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, അവസാനം 0ഓ 5ഓ ആണെങ്കിൽ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കുക, കിട്ടുന്നത് 3ഓ 3ന്റെ മൾട്ടിപ്ലോ ആയിരിക്കണം. നമുക്ക് ആദ്യത്തേത് നോക്കാം. 7 3 10 4 14 4 18 5 23. അപ്പോൾ ഇത് പറ്റത്തില്ലല്ലോ, പറ്റത്തില്ല. ഇത് നോക്കാം നമുക്ക്. 8 3 11 4 17 4 21 5 26 അല്ലേ? 8 3 11 11 4 15 4 19 5 24. ഓക്കെ, അപ്പോൾ ഇത് പറ്റും. ഇത് നോക്കിക്കേ. 9 3 12 9 3 12 4 16 4 20 5 25. പറ്റുമോ? പറ്റത്തില്ല. ഇത് നോക്കിക്കേ. 6 4 10 3 13 4 17 5 22. പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇവിടെ അക്കങ്ങളുടെ തുക 3ഓ 3ന്റെ മൾട്ടിപ്ലോ 24 വന്നേക്കുന്ന ഏതിന് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ബിക്ക് മാത്രമേ ഉള്ളൂ. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. ശരിയാണോ? യെസ്, ഓപ്ഷൻ ബി. അപ്പോൾ ഇതുപോലെ ഓരോ നമ്പറിന് ചിലപ്പോൾ ചോദിക്കും ഇതിൽ പറയുന്നതിൽ ഏതിനെയാണ് 17 കൊണ്ട് ഹരിക്കാൻ പറ്റുക, ഏതിനെയാണ് 13 കൊണ്ട് ഹരിക്കാൻ പറ്റുക. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവിസിബിലിറ്റി എന്നൊരു ക്ലാസ് കാണുക. അതിൽ വളരെ വിശദമായിട്ട് 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ ഡിവിസിബിലിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം. നമ്മൾ 4ാമത്തെ ചോദ്യമല്ലേ കഴിഞ്ഞ്? യെസ്, അടുത്ത ചോദ്യം 5ാമത്തെ ചോദ്യം. വെൻ ആൻ ഐറ്റം ഈസ് സോൾഡ് ഫോർ ₹442 442 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ എനിക്ക് 15% നഷ്ടം സംഭവിച്ചു. നിങ്ങളൊരു കാര്യം, ഞാനിപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസും നമ്മൾ വളരെ വിശദമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പം ഇത് ബേസ് ഉണ്ടാക്കിയെടുക്കുക. ഓരോ ടോപ്പിക്കിൽ നിന്നും നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മക്കളെ. അത് മനസ്സിലാക്കി ഇരുന്ന് കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? 442 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 15% നഷ്ടം ഉണ്ടായി. ഈ നഷ്ടം എന്ന് പറഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ് ആണെന്ന് ഓർത്തോണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ് 100% ആയിട്ട് അസ്യൂം ചെയ്യുക. ലോസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പം -15. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പം നെഗറ്റീവ് അല്ലേ, അപ്പോൾ കുറയ്ക്കണം. എത്ര ആയിരിക്കും? 85% ആയിരിക്കും. പ്രോഫിറ്റ് ആയിരുന്നെങ്കിലോ പോസിറ്റീവ് ആയിരിക്കും, 115% ആയിരിക്കും. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര? 85% അല്ലേ? 85%. ആ 85% ആണ് മക്കളെ 442 എന്ന് പറയുന്നത്. അപ്പോൾ 85% 442. ചോദ്യം എന്തുവാ? ഫൈൻഡ് ദ കോസ്റ്റ് വാല്യൂ ഓഫ് ദി ഐറ്റം. കോസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് എപ്പോഴും നമ്മൾ 100% എടുത്തേക്കുന്നത്. അപ്പോൾ 85% 442 ആണ്. കണ്ടുപിടിക്കേണ്ടത് എന്താ? കോസ്റ്റ് പ്രൈസ്, അതായത് 100% എത്ര അല്ലേ? പോട്ടെ, 1% എത്ര? 85 മുട്ടായിക്ക് 442 രൂപ. ഒരു മുട്ടായുടെ വില എത്ര? 442 ഡിവൈഡഡ് ബൈ 85. 1% കിട്ടി. 1% കിട്ടിയെങ്കിൽ 442 ഡിവൈഡഡ് ബൈ 85 1% ആണെങ്കിൽ 100% കാണാൻ ആ 1%ത്തെ 100 കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. മതി. അപ്പോൾ ഇത് വെട്ടിക്കളയുമ്പോൾ ഇവിടെ 17 എന്ന് കിട്ടും. ഇവിടെ എത്ര കിട്ടും?
20 എന്ന് കിട്ടും. 442-നെ 17 കൊണ്ട് ഹരിക്കുക, 20 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 442-നെ 17 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കിവിടെ 26 എന്ന് കിട്ടും. 26 × 2 52. അപ്പോൾ നമുക്ക് 520 എന്നൊരു ആൻസർ കിട്ടും. ശരിയാണോ? ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ശരിയാണോ? യെസ്, ഓപ്ഷൻ ബി 520. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. After investing an amount of 12% per annum on simple interest rate, after 5 years 5,700 interest is received. Find the amount invested. അപ്പം ഒരു വർഷം 12%. എത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്തു? 5 വർഷം ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ എത്ര ആയിരിക്കും? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും സെയിം എമൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു വർഷം 12 ആണ്. അപ്പോൾ 5 വർഷം എത്ര? 12 × 5 60% ആയിരിക്കും. 60% അല്ലേ? അപ്പോൾ ഈ 5 വർഷത്തെ അല്ലേ എന്താ? ആഫ്റ്റർ ഇൻവെസ്റ്റിംഗ് എൻ എമൗണ്ട് ഓഫ് 12% per annum on simple interest after 5 years 5,800 is received. അപ്പോൾ ഈ 5,700 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇൻട്രസ്റ്റ് എത്ര? 60%. അപ്പോൾ ആ 60% ആയിരിക്കും എത്ര? 5,700. കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് ഔട്ട് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും എത്രയാണ്? 100% ആണ്. ഈ 12% പലിശ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? 100 ഇട്ടാൽ 12 കിട്ടുമെന്നല്ലേ? അതെ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് 100 ആണെങ്കിൽ ഒരു വർഷം 12, 5 വർഷം കൊണ്ട് 60 അല്ലേ? അപ്പോൾ 60% 5,700. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സം എന്ന് പറയുന്നത് എപ്പോഴും 100% ആണ്. കോസ്റ്റ് പ്രൈസ് എപ്പോഴും 100% എന്ന് എടുക്കണമെന്ന് പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എപ്പോഴും 100% ആയിട്ട് എടുക്കണം. അപ്പോൾ 60% 5,700 ആണ്. അവിടെ നമ്മൾ 1% എത്ര ആയിരിക്കും? 5,700 ഡിവൈഡഡ് ബൈ 60 അല്ലേ? 570-നെ നമ്മൾ 6 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 6 പ്രാവശ്യം ആകുമ്പോൾ 54. പിന്നെ 3 ഇല്ലേ? അപ്പോൾ എത്ര? 57 54 വന്ന് ബാക്കി 3 0 കൂടെ ആകുമ്പോൾ 30. 30-നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 5. അപ്പോൾ 1% എന്ന് പറയുമ്പോൾ 95. 100% എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും മക്കളെ? 95 × 100 എത്ര കിട്ടും? 9,500 അല്ലേ? 9,500. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ശരിയാണോ? യെസ്, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം നോക്കാം. ഇൻവെസ്റ്റഡ്, അടുത്തതും സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇൻവെസ്റ്റഡ് അറ്റ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് rupees dash, find the amount to be received after 4 years at 4,800 for rupees interest rate of rupees dash. ക്വസ്റ്റ്യനകത്തിൽ എന്തോ, പക്ഷെ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഇതാണ്. 4,800 രൂപ 13% വെച്ച് 4 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര രൂപ കിട്ടുമെന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ചോദ്യം ചോദിച്ചപ്പോൾ എന്തോ എവിടെയോ ഒരു കിളി പറന്നു പോയ സമയത്ത് എപ്പോഴോ ടൈപ്പ് ചെയ്ത ചോദ്യമായിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് കമൻ്റ് ഒന്നും പറയാനൊക്കത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻവെസ്റ്റഡ് അറ്റ് എ സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് rupees dash, find the amount to be received after 4 years at 4,800 for 13. ഓക്കെ, 4,800 രൂപ 4 വർഷത്തേക്ക് 13% പലിശയ്ക്ക് എത്ര? ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഒരു വർഷം 13% അല്ലേ പലിശ? അതെ. അപ്പോൾ 13 × 4 എത്ര കിട്ടും പലിശ? 4 വർഷത്തെ എത്ര ആയിരിക്കും പലിശ? 52% പലിശ കിട്ടും. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് മക്കളെ? 100% ആണ്. ഓക്കെ. ഇൻട്രസ്റ്റ് എത്ര 4 വർഷം കൊണ്ട് കിട്ടുന്നത്? 52%. അപ്പം മൊത്തം എത്ര? 152% അല്ലേ? അതായത് നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ 152% കണ്ടുപിടിച്ചാൽ മതി. 4,800 × 152%. സോ ഈ സീറോസ് കട്ട് ചെയ്ത് കളയുക. 152 × 48. 152-നെ 48 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടും നമുക്ക്? 7,296 എന്ന് കിട്ടും. അതാണ് ആൻസർ. 7,296. ഓക്കെ. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ദി ആവറേജ് വെയിറ്റ് ഓഫ് 11 പ്ലെയേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ലെവൽ ക്രിക്കറ്റ് ടീം ഈസ് 103 kg. When the coach was added, the average weight increased by 1 kg. How much is the weight of the coach? സ്ഥിരം ചോദിക്കുന്ന ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ചോദ്യം. PSC, ബാങ്ക്, SSC, റെയിൽവേ, RPF ആരൊക്കെ പരീക്ഷ നടത്തുന്നുണ്ടോ അവർക്കെല്ലാം ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഒരു ചോദ്യം.
ആവറേജിൽ നിന്നുള്ള ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. സോ ദി ആവറേജ് വെയിറ്റ് ഓഫ് 11 players ഇൻ ദ സ്റ്റേറ്റ് ക്രിക്കറ്റ് ടീം ഈസ് 103. അപ്പോൾ ഉടനെ തന്നെ സാധാരണ ട്രഡീഷണൽ രീതി ചെയ്യുന്നവർ എന്ത് ചെയ്യും? 103 × 11 സം എന്ന് പറഞ്ഞിട്ട് ചെയ്യും. അപ്പോൾ അവർക്കൊരു സമ്മ് കിട്ടും. പിന്നെ ഇവിടെ ഒരു തുക കിട്ടുമേ, ഇവിടെ ഒരു സംഖ്യ കിട്ടും. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? കോച്ച് കൂടെ വന്നു. അപ്പോൾ എത്രയായി? 12ആയി. 11 പേരായിരുന്നല്ലോ. 11 പേരുടെ തുക എന്തുകൊണ്ടാണ് ഗുണിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞു ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. അപ്പോൾ സം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? എന്തായിരിക്കും? ആവറേജ് ഇൻറ്റു നമ്പർ. ഇവിടെ ആവറേജ് എത്രയാണ്? 103 ആണ്, എണ്ണം 11 ആണ്. അതുകൊണ്ട് ആദ്യം കുടിച്ചു. അപ്പോൾ പിള്ളേരുടെ മാത്രം തുക കിട്ടി. കോച്ചൂടെ വരുമ്പോൾ 11 എന്നുള്ളത് 12 ആവും. ഇനി ആവറേജിന് എന്താ സംഭവിച്ചത്? ആവറേജ് ഇൻക്രീസ്ഡ് ബൈ 1 kg. അപ്പോൾ എത്രയായി? 104 × 12. ഇവിടെ നിങ്ങൾക്കൊരു തുക കിട്ടും. അപ്പം 11 പേരുടെ തുക ഇതാണ്, കോച്ച് ഉൾപ്പെടെ 12 പേരുടെ തുക. അപ്പോൾ എക്സ്ട്രാ വന്നേക്കുന്ന ഒരാൾ കോച്ചായിരിക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇതിനെ നിങ്ങൾ എ ആയിട്ട് എടുത്താൽ ഇതിനെ ബി. സോ എ - ബി ആയിരിക്കും നിങ്ങളുടെ, അല്ലെ B - A ആയിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു ചോദ്യം ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു രീതി നോക്കാം. നമുക്ക് വേറൊരു രീതി നോക്കാം. നമുക്ക് വേറൊരു കളർ എടുക്കാം. വേറൊരു രീതിയാകുമ്പോൾ വേറൊരു കളർ എടുക്കണമെന്നാണ്. ഓക്കെ, വേറൊരു രീതിയിൽ നോക്കുമ്പോൾ എന്താണ്? എടാ നമുക്ക് ഈ കോച്ചിൻ്റെ ഭാരം നേരെയും കണ്ടുപിടിക്കാം. കോച്ചിൻ്റെ ഭാഗമല്ല, ഭാരം നേരെ കണ്ടുപിടിക്കാം. കോച്ചിൻ്റെ ഈ ടീമിൻ്റെ ആവറേജ് എത്ര? 103 അല്ലേ? കോച്ചൂടെ വന്നപ്പോൾ ആവറേജ് കൂടി. അതെന്താ കാര്യം? 103 കിലോ ആയിരുന്നു അവരുടെ ആവറേജ്. ഈ കോച്ചിൻ്റെ ഭാരവും 103 ആയിരുന്നെങ്കിൽ ആവറേജിൽ എന്തേലും മാറ്റം വരുമായിരുന്നോ? ഇല്ല. അപ്പോൾ കോച്ചിൻ്റെ ഭാരം 103-നേക്കാൾ കൂടുതലായതുകൊണ്ടല്ലേ ആവറേജ് കൂടിയത്? ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവരെ എല്ലാവരെയും റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്, റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ഗ്രൂപ്പ് ആണ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ആവറേജ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും 103 ഉണ്ടെന്നാണ് വിചാരം. ആവറേജ് 103 ആണെന്ന് പറഞ്ഞാൽ അവിടുത്തെ അസംഷൻ, അവിടെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന എല്ലാവർക്കും 103 ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരാൾ വരുമ്പോൾ ഈ ആവറേജ് കൂടുന്നു എന്ന് പറഞ്ഞാൽ വന്നവന് അവിടെ ഉള്ള ആവറേജിനേക്കാൾ കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ കോച്ചിൻ്റെ ഭാരം എനിക്കിവിടെ ഏത് സൈൻ ഇടാം? പ്ലസ്സോ മൈനസോ? പ്ലസ്. കാരണം എന്താ? ആവറേജ് 1 കൂടി. ഓക്കെ, ഇനി ആവറേജ് എത്ര കൂടിയേ? 1 കൂടിയത്. ആവറേജ് 1 കൂടിയെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്ക് കൂടുന്നു എന്നല്ല അതിനർത്ഥം. ആവറേജ് എന്ന് പറഞ്ഞാൽ എൻറ്റയർ ടീമിനെ അഫക്റ്റ് ചെയ്യും എന്ന കോൺസെപ്റ്റ് ചിന്തിച്ചോണം. ആവറേജ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരെയും അഫക്റ്റ് ചെയ്യും. എന്ത്? ആവറേജ്. അപ്പം ഈ 1 വെച്ച് എത്ര പേർക്ക് കൂടും? 1 വെച്ച് എത്ര പേരെ അത് അഫക്റ്റ് ചെയ്യും? എത്ര പേരെ അഫക്റ്റ് ചെയ്യും 1 വെച്ചിട്ട്? അവിടെ ഇപ്പോൾ എത്ര പേരുണ്ട്? 11 ആണോ? അല്ല, 12 പേരുണ്ട്. 11 പേരായിരുന്നു കോച്ച് ഉൾപ്പെടെ നോക്കുമ്പോഴാണ്. അപ്പോൾ എത്ര പേരുണ്ട്? 12 പേരുണ്ട്. 12 പേരെയും അത് അഫക്റ്റ് ചെയ്യും. സോ 103 പ്ലസ് 1 × 12 12. എത്ര? 115. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി. സോ ശരിയാണോ? യെസ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നോക്കുക. ഇനി ഇതിനകത്ത് വേറൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കോച്ചൂടെ വന്നതുകൊണ്ട് ആവറേജ് 1 കുറയുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിലോ? ആ ആവറേജിനേക്കാൾ കുറവാണ് കോച്ചിൻ്റെ ഭാരം. അപ്പോൾ എന്താണ്? 103. ഈ പ്ലസ്സിന് പകരം എന്ത് വരും? ഇവിടെ മൈനസ് വരും. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ പ്ലസ്സിന് പകരം മൈനസ് വരും. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു തുക കണ്ടുപിടിച്ചു. ഈ മെത്തേഡിൽ നോക്കുവാണെങ്കിൽ ആദ്യം ഒരു തുക കണ്ടുപിടിച്ചു, വീണ്ടും ഒരു തുക കണ്ടുപിടിച്ചു. അത് തമ്മിൽ കുറയ്ക്കേണ്ട, ഒറ്റയടിക്ക് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. In one box there are 125 detergent soaps, okay, 80 of which have been utilized. Okay, how many percentage detergent soaps remain in the box? Very simple ചോദ്യം. 125 എണ്ണം ഉണ്ടായിരുന്നു, 80 എണ്ണം നിങ്ങൾ എടുത്തു, ബാക്കി എത്ര ഉണ്ട്? 45. എത്ര എണ്ണം ഇനി അവിടെ? അപ്പോൾ ഇനിയിപ്പം ഇത് ടോട്ടൽ, ഇത് യൂസ്ഡ്, ഇത് അൺയൂസ്ഡ്. അപ്പോൾ ഈ അൺയൂസ്ഡിൻ്റെ പെർസെൻറ്റേജാണ് കണ്ടുപിടിക്കട്ടെ. അപ്പോൾ 125-ൽ 45 ഇനി ഉപയോഗിക്കാൻ ബാക്കിയുണ്ട്. 125-ൽ 45 ഉപയോഗിക്കാൻ ബാക്കിയുണ്ട്. അത് എത്ര ശതമാനം? സോ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 5 4 അല്ല, 25 × 5 25 × 4. 5-നെ 45 കിട്ടുമ്പോൾ 9. 9 × 4 36%. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി 36%. ശരിയാണോ? യെസ്, ഓപ്ഷൻ ബി 36 ശരിയാണ്. വെരി സിമ്പിൾ ചോദ്യം അല്ലേ? നമുക്ക് മനസ്സിലാലോചിച്ച് തന്നെ വേണമെങ്കിൽ ചെയ്യാം. മക്കളെ, അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് 10% per annum every year
ഫൈൻഡ് ദ എമൗണ്ട് ടു ബി റിസീവ്ഡ് അറ്റ് 16,900 ആഫ്റ്റർ 2 years. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടു നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ചോദ്യങ്ങൾ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് നിങ്ങളെ ചെയ്യാൻ കേപ്പബിൾ ആക്കുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, സോ അറ്റ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 10% per annum, find the amount to be received at 16,900 after 2 years. നിങ്ങൾ പാസ്കൽസ് ട്രയാങ്കിൾ വീഡിയോ അത് കാണും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പറയുകയാണ് കേട്ടോ. അത് കണ്ടിട്ടേ ഇത് കാണാവൂ, അല്ലെങ്കിൽ പൊട്ടനാട്ടം കാണുന്നത് പോലെ ഇരിക്കും. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ഞാൻ 2 മെത്തേഡ് പറഞ്ഞുതരാം. ഒന്ന് പാസ്കൽസ് ട്രയാങ്കിൾ. പാസ്കൽസ് ട്രയാങ്കിൾ വെച്ചിട്ട് 2 വർഷത്തിൻ്റെ വാല്യൂ എന്ന് പറയുമ്പം 1, 2, 1 ആയിരിക്കും. 1ൻ്റെ താഴെ പ്രിൻസിപ്പൽ എമൗണ്ട് എടുത്ത് എഴുതുക 16,900. പിന്നെ റേറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. 10% അല്ലേ, അപ്പോൾ ഒരു 0 അങ്ങ് കളഞ്ഞാൽ മതി. 16, അതായത് ഈ 16,900ൻ്റെ 10% കണ്ടുപിടിച്ച് ഇവിടെ എഴുതുക 1690. വീണ്ടും അതിൻ്റെ 10% കണ്ടുപിടിച്ച് 1ൻ്റെ താഴെ എഴുതുക 169. ഓക്കെ ഓക്കെ, എമൗണ്ട് ടു ബി റിസീവ്ഡ് ആ ചോദ്യം. അപ്പോൾ ഇതിനെ തമ്മിൽ നേരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 16,900 1 കൊണ്ട് ഗുണിക്കുക 16,900. 169 2 കൊണ്ട് ഗുണിച്ച് അപ്പുറത്തൊരു 0 കൊടുക്കുക. അതായത് 10 കൊണ്ട് 2 കൊണ്ട് ഗുണിക്കുക 1690. 9 × 2 18, 6 × 2 12, 1 13, 2 × 1 2 1 3. അപ്പോൾ എത്ര കിട്ടും? 3380. ഇനി എന്താ, 169 1 കൊണ്ട് ഗുണിക്കുക 169. ഓക്കെ, ചോദ്യം എന്തുവാ? എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. എനിക്ക് വീണ്ടും അത് ഒന്നേന്ന് തുടങ്ങി പറയാനുള്ള സമയമില്ല. വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ, അതുകൊണ്ടാണ്. അത് കാണണേ വീണ്ടും പറയുക, കാണണേ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുക. 16,900 പ്ലസ് 3000, അതായത് എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആണ് കാണും. മുതലും പലിശയും കൂടെ എത്ര കിട്ടുമെന്ന് കാണണമെങ്കിൽ ഇതെല്ലാം കൂടെ അങ്ങ് കൂട്ടിയാൽ മതി. പലിശ മാത്രം മതിയെങ്കിൽ ആദ്യത്തെ വാല്യൂ അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാം കൂടെ വേണം. എമൗണ്ട് ടു ബി റിസീവ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തം വേണം. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുക. 3380 169. അപ്പോൾ എത്ര കിട്ടി? 9 8 6 14, 9 1 10 3 13 1 14, 6 3 9 1 10 1 1 2 20449. ഓപ്ഷനിലുണ്ടോ നോക്കാം. ഓപ്ഷൻ ബി ആണോ? യെസ്, ഓപ്ഷൻ ബി. ഇനി നമുക്ക് ഇത് മറ്റൊരു രീതിയിലും ചെയ്യാം. 2 വർഷം മാത്രമാണെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. A+B+AB/100. 2 വർഷമാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ 10 പ്ലസ് റേറ്റ് പെർസെൻറ്റേജ് ആണ് എയും ബി എന്ന് പറയുന്നത്. 10 + 10 + 10 × 10 ÷ 100. അതായത് 10 10 20 പ്ലസ് ഇത് എത്ര കിട്ടും? ഇതെല്ലാം കൂടെ വെട്ടിക്കളയുമ്പോൾ 1 കിട്ടും. സോ 21% നിങ്ങൾക്ക് ആകെ കിട്ടുന്ന പലിശ. അതായത് നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 100 ആണെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 21%. അപ്പം മൊത്തം എത്ര ആയിരിക്കും? 121%. അതായത് ഈ 16,900ൻ്റെ 121% നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അതായത് 169 × 121 ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എത്ര കിട്ടും? 20,449 എന്ന് കിട്ടും കേട്ടോ. ഇനി അതല്ല, വേറൊരു മെത്തേഡ് വേണോ? അതോടെ പറഞ്ഞുതരാം. 16,900 വലിയ മക്കളെ. അതെ, ഒരു വർഷം 10% എന്ന് പറയുമ്പോൾ മുതലും പലിശയും കൂടെ 110% അടുത്ത വർഷവും 10%. അപ്പം ഇതിന് മൊത്തത്തിൽ വീണ്ടും 110%. ഓക്കെ, അപ്പോൾ ഈ 2 0 ഇവിടുന്ന് പോകുന്നു. ഈ 0 ഈ 0 പോകുന്നു. 169 × 11 × 11 എത്ര? 121. അത് തന്നെയല്ലേ ഇവിടെയും കിട്ടിയത്. അതെ, അവിടെയും എത്ര കിട്ടും? അപ്പം 20,449 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പം ഇതിലേതെങ്കിലും ഒരു മെത്തേഡിൽ നിങ്ങൾക്കിത് ചെയ്തു നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 10 ചോദ്യങ്ങളൊന്നും ആകുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ചോദ്യങ്ങളുടെ ഒരു നിലവാരവും ചോദ്യങ്ങളുടെ ഒരു എവിടം വരെ പോകും എന്നൊക്കെ ഉള്ളത് ഒന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടി എടുത്ത ചോദ്യങ്ങൾ. അതിന് സിംപ്ലിഫിക്കേഷൻ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ. അതുമൊക്കെ നമുക്ക് ചെയ്യാം വരുന്ന ക്ലാസ്സുകളിൽ. നിങ്ങളിത് കണ്ടു നോക്കിയിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ വേണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ഒരു സീരീസായിട്ട് കുറേ വീഡിയോസ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ RPFൻ്റെ ക്ലാസ്സിൽ ക്രാഷ് കോഴ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റ് പരീക്ഷകൾക്കും റെയിൽവേയുടെ മറ്റ് പരീക്ഷകൾക്കും ഒക്കെ പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു കോഴ്സ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.